കുഞ്ഞിമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? എല്ലാവരും സ്കൂളിൽ ചിൽഡ്രൻസ് ഡേ ഒക്കെ ആഘോഷിച്ചോ? നവംബർ 14 ചിൽഡ്രൻസ് ഡേ. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, സ്നേഹപൂർവ്വം നമ്മൾ ചാച്ചാജി എന്ന് വിളിക്കും. ചാച്ചാജിയുടെ ജന്മവാർഷിക ദിനമാണ് കുട്ടികളുടെ ദിനമായി നമ്മുടെ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നത്. ചാച്ചാജിക്ക് കുട്ടികളെ ഏറെ ഇഷ്ടമായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു കഥ പറയട്ടെ. നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. ചാച്ചാജി നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററുമായി. അങ്ങനെയിരിക്കെ ഒരു നാൾ ചാച്ചാജിക്ക് കുറേ കത്തുകൾ വന്നു. എവിടെ നിന്നാണ് ഈ കത്തുകൾ വന്നതെന്നോ? ജപ്പാനിൽ നിന്നും ആയിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ ചാച്ചാജിക്ക് കത്തുകൾ അയച്ചിരിക്കുന്നു. എന്തായിരിക്കും ആയിരക്കണക്കിന് കുട്ടികൾ ചാച്ചാജിക്ക് കത്തെഴുതാൻ കാരണം? അവര്ക്കൊരാനയെ വേണം. ജപ്പാനിലെ സൂവിലൊന്നും ആനയില്ല. മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ഒരു ഗജവീരനെ കാണണം, ഒരാനയെ കാണണം. അവർ മനസ്സിലാക്കി, നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ആനകളുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ കുട്ടികളെ ഏറെ ഇഷ്ടവും. അപ്പോ കുട്ടികൾ ഒരാഗ്രഹം പറഞ്ഞാൽ അങ്കിൾ നെഹ്റു സാധിച്ചു കൊടുക്കും എന്ന് കുട്ടികൾക്ക് ഒരു പ്രതീക്ഷ. അതുകൊണ്ടാണ് അവർ ചാച്ചാജിക്ക് കത്തെഴുതിയത്. ചാച്ചാജി ഉടൻ തന്നെ കുട്ടികൾക്ക് വലിയ സമ്മാനം കൊടുക്കാൻ തീരുമാനമെടുത്തു. എന്താണ്? ഒരാനയെ ജപ്പാനിലേക്ക് അയക്കാൻ. അതിനുവേണ്ടി മൈസൂരിൽ നിന്നും ഒരാനയെ കണ്ടെത്തി. നല്ല ലക്ഷണമൊത്ത ഒരാന. ആ ആനയുടെ പേരെന്തായിരുന്നു എന്നറിയോ? ഇന്ദിര. ചാച്ചാജിയുടെ മകളുടെ പേര് ഇന്ദിര. ഇന്ദിര എന്ന ആനയെ ചാച്ചാജി ജപ്പാനിലെ കുട്ടികൾക്ക് സമ്മാനമായി ഇവിടെ നിന്നും ജപ്പാനിലേക്ക് അയച്ചു. ഇന്ദിര ജപ്പാനിലെത്തിയ ദിവസം കുട്ടികളേറെ സന്തോഷിച്ചു. എന്തു വലിയ ആന! എന്ത് ചന്തമാണ് അതിന്റെ തുമ്പിക്കൈ കാണാനായിട്ട്! നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും വലിയ ജീവി ഈ ആന തന്നെ. കുട്ടികൾക്ക് വളരെ സന്തോഷമായി. അവർ ആർപ്പ് വിളികളോടെ ആനയെ സ്വീകരിച്ചു. അതിനുശേഷം ടോക്കിയോയിലെ ഒരു സൂവിൽ ഇന്ദിര താമസമാക്കി. അവിടെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? അതുവരെ മൈസൂരിൽ ജീവിച്ചിരുന്ന ഇന്ദിരയ്ക്ക് ജാപ്പനീസ് ഭാഷയൊന്നും മനസ്സിലാവില്ല. മൈസൂർ എന്ന് പറയുന്നത് കർണാടകയിലാണ്. അപ്പോൾ അവിടുത്തെ ഭാഷയാണ് കന്നഡ. അതുവരെ പാപ്പാന്മാർ ഇന്ദിരയോട് ഇരിക്കാനേ, നടക്കാനേ, നിൽക്കാനേ എന്നൊക്കെ പറഞ്ഞിരുന്നത് കന്നഡത്തിലാണ്. അതുകൊണ്ട് തന്നെ കന്നഡ അറിയാവുന്ന പാപ്പാന്മാരെയും കൂടി ചാച്ചാജി ടോക്കിയോയിലേക്ക് അയച്ചു. ജപ്പാനിലെ പാപ്പാന്മാരോ, അവർ ഇന്ദിരയോട് നടക്കാനേ, നിൽക്കാനേ, ഇരിക്കാനേ, ആഹാരം കഴിക്കാനേ എന്നൊക്കെ അവരുടെ ഭാഷയിൽ പറയാൻ ശ്രമിച്ചെങ്കിലും ഇന്ദിരയ്ക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ തക്ക സമയത്ത് നമ്മുടെ നാട്ടിലെ പാപ്പാന്മാരുണ്ടായിരുന്നതുകൊണ്ട് കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ നടന്നു. പിന്നീട് ഏറെ വർഷങ്ങൾ ടോക്കിയോയിലെ സൂവിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആനയായി നമ്മുടെ ഇന്ദിര മാറി. ഇന്ദിര ജപ്പാനിലെത്തി അധിക വർഷങ്ങളാവുന്നതിന് മുമ്പ് തന്നെ ചാച്ചാജി ഇന്ത്യയിൽ നിന്നും അദ്ദേഹത്തിന്റെ മകളായ ഇന്ദിരാഗാന്ധിയെയും കൂട്ടി ജപ്പാനിലേക്ക് പോയി. അവിടെ ചെന്ന് ഇന്ദിരയെ കണ്ടു. ജപ്പാനിലെ കുട്ടികൾക്കും ജപ്പാനിലെ എല്ലാവർക്കും തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആനയായി മാറിയ നമ്മുടെ മൈസൂരിൽ നിന്നും ചാച്ചാജി അയച്ച ഇന്ദിരയ്ക്കൊപ്പം അവിടുത്തെ കുട്ടികൾക്ക് കത്തുകൾ അയക്കാനും ചാച്ചാജി മറന്നില്ല. കുഞ്ഞുമക്കളെ, നിങ്ങൾ ആവശ്യപ്പെട്ട
വലിയ സമ്മാനം ഞാൻ നിങ്ങൾക്ക് തരുകയാണ്. ഇന്ദിര മിടുമിടുക്കിയായ ഒരു ആനയാണ്, നല്ല സ്വഭാവക്കാരിയുമാണ്. അതുപോലെ കുഞ്ഞുങ്ങളായ നിങ്ങൾ വളർന്നു വരുമ്പോൾ നല്ല സ്വഭാവമുള്ളവരായി വളർന്നു വരണം. ഇത് ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന സമ്മാനമായി വേണം നിങ്ങൾ സ്വീകരിക്കാനായി. എല്ലാ കാലവും ഇന്ത്യയിലെ കുഞ്ഞുങ്ങളും ജപ്പാനിലെ കുഞ്ഞുങ്ങളും തമ്മിൽ ഇതേ സ്നേഹബന്ധം പുലർത്തുകയും വേണം. ഇങ്ങനെ ഒരു കത്ത് കൂടി എഴുതിയാണ് ഇന്ദിരയെ ചാച്ചാജി ജപ്പാനിലേക്ക് അയച്ചത്. ചാച്ചാജി ജപ്പാനിലെ കുട്ടികൾക്ക് ആനയെ കൊടുത്ത വിവരം എല്ലാവരും അറിഞ്ഞു. അതോടുകൂടി ആനയില്ലാത്ത നാടുകളിൽ നിന്നെല്ലാം കുട്ടികൾ ചാച്ചാജിക്ക് കത്തയക്കാൻ തുടങ്ങി. അങ്കിൾ നെഹ്റു, ഞങ്ങൾക്കും വേണം ഒരു ആന. ചാച്ചാജി, ഞങ്ങൾക്കും ഒരു ആനയെ അയച്ചു തരൂ, ഞങ്ങൾക്കും കാണണം ആനയെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിരവധി രാജ്യങ്ങളിലെ കുട്ടികൾ അദ്ദേഹത്തിന് കത്തെഴുതി. അദ്ദേഹം അവർക്കെല്ലാം വലിയ സമ്മാനം, ആന എന്ന സമ്മാനത്തെ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ കഥ. ഇഷ്ടമായോ? അപ്പോൾ ഇന്ന് ടാറ്റ പറഞ്ഞു പോകുന്നതിന് മുമ്പ് ചില പേരുകൾ കൂടി പറയാനുണ്ട്. നവംബർ 9 സെലസ്റ്റ് മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. കുറച്ച് ലേറ്റ് ആയി പോയെങ്കിലും ഹൃദയം നിറഞ്ഞ ആശംസകൾ ചക്കരക്കുട്ടി, ദ്യുതിക്കുട്ടി, ദ്യുവിത് കുട്ട, ദേവാങ് മോനെ, അയാൻ മോൻ മെസ്സേജ് അയച്ചപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ പേര് അയാൻ എന്നാണ്, എന്റെ വീട് ജർമ്മനിയിലാണെന്ന്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഈ കഥയുമായി ബന്ധപ്പെട്ട് പറയാം. അയാൻ മോനെ, ജർമ്മനിയിലേക്കും നമ്മുടെ ചാച്ചാജി ഒരു ആനയെ അയച്ചിരുന്നു. അദ്ദേഹത്തിന് ജർമ്മനിയിലെ കുട്ടികളും കത്തെഴുതിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ബെർലിനിലെ സൂവിലേക്ക് 3 വയസ്സുള്ള ഒരു ആനക്കുട്ടി, ശാന്തി എന്നു പേരുള്ള ഒരു ആനക്കുട്ടിയെയാണ് അവർക്കായി അയച്ചു കൊടുത്തത്. അപ്പോൾ മെസ്സേജുകൾ അയച്ച കുഞ്ഞുമണികൾക്കെല്ലാം നിറയെ സ്നേഹം. ഇനി നമുക്ക് മറ്റൊരു കഥയുമായി കാണാം.